നമസ്കാരം. ഞങ്ങളുടെ ഇന്നത്തെ യാത്ര അച്ചൻകോവിലേക്കാണ്. ഞങ്ങളുടെ അയൽക്കാരായ 2 ഫാമിലി ഞങ്ങളോടൊപ്പം ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയി എല്ലാം ഒന്ന് കണ്ടു കേട്ട് വരാം. ഞങ്ങളിപ്പം കറവൂരെത്തിയിരിക്കുകയാണ്. വനത്തിലോട്ട് കയറാൻ പോകുന്നതിന് മുമ്പായിട്ട് രാവിലത്തെ ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഇഡ്ഡലി, ചമ്മന്തി, സാമ്പാർ എല്ലാം കൊണ്ടുവന്നു. കുടിക്കാനുള്ള വെള്ളം എല്ലാവരും റെഡിയായിട്ടിരിക്കുന്ന കഴിക്കാനായിട്ട്. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് അങ്ങോട്ട് വളരെ ലഘുവായിട്ടുള്ള ഭക്ഷണമേ കിട്ടൂ. വല്ല ചായയോ വടയോ അങ്ങനെയുള്ള ഭക്ഷണങ്ങളെ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഫോറസ്റ്റിൻ്റെ ഒരു ഗ്രൗണ്ടുണ്ട്. നല്ല മനോഹരമായ ഗ്രൗണ്ടാണ്. അപ്പോൾ അവിടെ ഇറങ്ങി ഞങ്ങൾ ഭക്ഷണം കഴിക്കുക. അപ്പോൾ എല്ലാവരും ഇഡ്ഡലിയും സാധനങ്ങളും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നു. നമ്മളൊരു ഭക്ഷണ മത്സരത്തിനല്ല നമ്മൾ എത്തിയിരിക്കുന്നത്. നമ്മൾ ക്ഷേത്രത്തിൽ പോകാൻ വേണ്ടി വന്നയാ. ഓരോരുത്തരുടെ മുന്നിലെ ഉയരം കണ്ടിട്ട് എനിക്ക് തോന്നുന്നു എന്തോ ഒരു മത്സരത്തിന് എത്തിയ പോലെ തോന്നുന്നുണ്ട്. സ്റ്റാർട്ട്. തുടങ്ങിക്കോളൂ. ഞാൻ എടുത്തേരാം. കൈ പിടിക്കാൻ പറ്റത്ത്. ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞു. അവിടെ ഒരു ചെറിയ അരുവി ഉണ്ടായിരുന്നു. അപ്പം നല്ല വെള്ളം അതിൽ. കുട്ടികളപ്പം കാലൊക്കെ ഒന്ന് നനയ്ക്കാൻ വേണ്ടി പോയതാണ്. ഇപ്പം ഇതുപോലുള്ള ശുദ്ധമായ അരുവി നമുക്ക് എങ്ങും കാണാൻ കിട്ടത്തില്ലല്ലോ. ഞങ്ങൾ കറവൂര് വിട്ടു വേറെ ഒരു സ്ഥലത്തേക്ക് എത്തി. അപ്പം ഞങ്ങൾ ചായ കരുതിയിട്ടില്ല. ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. നല്ല ചായയും നല്ല പഴംപൊരിയായിരുന്നു അവിടുത്തേത്. നല്ല നാടൻ പശുവിൻ്റെ പാലല്ലേ? അതെ. ഇത് കണ്ടില്ലേ, നല്ല മഞ്ഞ കളറിലിരിക്കുന്ന ഇലകളല്ലേ അതിലെ. ഇപ്പോൾ ഉണക്ക സമയമായതുകൊണ്ടെല്ലാം ഈ തളിരിലയാണ്. അതുകൊണ്ട് ഇത് റിസർവ് വനമാണ്. ഈ വനത്തിനകത്ത് നമുക്ക് തീ കത്തിക്കാനോ തീപ്പെട്ടി എഴുതാനോ ഒന്നും പറ്റില്ല. നമുക്ക് നന്നായിട്ട് നമ്മൾ സൂക്ഷിച്ച് വേണം ഈ സമയത്ത് കാട്ടിക്കൂടെ യാത്ര. അവർ കണ്ടോ? അവർ കുറേ കണ്ടോ? ഇവരെവിടായി പോകുന്നത്? അത് പറന്ന് മരത്തെ കയറി കിട്ടുള്ളൂ, പറന്ന് കിട്ടിയില്ല. ഈ മുളയും ആകാശവും എല്ലാം കൂടെ കാണാൻ നല്ല രസമുണ്ടല്ലേ. പക്ഷേ ഈ വനത്തിലെ ഭംഗി നമുക്ക് വേറെ എങ്ങും ആസ്വദിക്കാൻ പറ്റത്തേ ഇല്ല. ഞങ്ങളങ്ങനെ അച്ചൻകോവിൽ ആണ്ടവൻ്റെ മുന്നിലെത്തി. ഭഗവാന്റെ കൊടിമരമായി മുന്നിൽ കാണുന്നത്. ഈ കൊടിമരത്തിൻ്റെ വലതുഭാഗത്തായിട്ട് നമുക്കൊരു കിണർ കാണാം. ഇതാണ് തീർത്ഥക്കിണർ. ഒരിക്കലും പറ്റാത്ത കിണറാണ്. അപ്പോൾ ഈ കിണറിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. ഇവിടുത്തെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പാമ്പ് കടി ഏക്കില്ലെന്നാണ് വിശ്വാസം. അതിൻ്റെ അനുഭവം ഉണ്ടായിട്ടുള്ള ആയിരക്കണക്കിന് പേരുണ്ട്. ഈ നാട്ടിൽ ആരെങ്കിലും പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ 18-ാം പടിയുടെ മുകളിൽ കൊണ്ട് കിടത്തിയിട്ട് ക്ഷേത്രത്തിൽ നിന്ന് തിരുമേനി തീർത്ഥവും ഭസ്മവും മാത്രമേ കൊടുക്കാറുള്ളൂ. അവർ ജീവനോടെ എത്തുന്നതെന്നുണ്ടെങ്കിൽ അവർ തിരിച്ചു പോകും. അത്ര വിശ്വാസമാണ് ഈ ക്ഷേത്രത്തിലെ ഈ കിണറും തീർത്ഥവും. പണ്ട് നമുക്ക് ആ കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുടിക്കാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ അത് സാധിക്കില്ല. അത് ഈ തീർത്ഥം കുടിക്കാൻ വേണ്ടി തന്നെ ആൾക്കാർ പണ്ട് വരുമായിരുന്നു ഇവിടെ. ഇവിടെ അച്ചൻകോവിൽ ഭഗവാനെപ്പറ്റി പറയുകയാണെങ്കിൽ സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീ പരശുരാമൻ കേരളത്തിൽ പ്രതിഷ്ഠിച്ച 108 ക്ഷേത്രങ്ങളിൽ 18 ശാസ്താ ക്ഷേത്രങ്ങളുണ്ട്. ഇതിൽ കലിയുഗവരദനായ സമ്മശാസ്താവ്, പൂർണ്ണ, പുഷ്കല എന്നീ സഹിമാരോടൊത്ത് കുടികൊള്ളുന്ന കേരളത്തിലെ ഏക ക്ഷേത്രമാണ് അച്ചൻകോവിൽ ധർമ്മശാസ്താ ക്ഷേത്രം. അച്ചൻകോവിൽ ക്ഷേത്രനിർമ്മിതിയെക്കുറിച്ചോ പ്രതിഷ്ഠയെക്കുറിച്ചോ ചരിത്രരേഖകളൊന്നും തന്നെ നിലവിലില്ല.
ധർമ്മശാസ്താവിനെക്കുറിച്ച് ആദ്യമായി പ്രതിപാദിച്ചിട്ടുള്ളത് ശ്രീ മഹാഭാഗവതത്തിലാണ്. തമിഴിലെ പുരാണ കാവ്യമായ പ്രദേഭാഗമത്തിലും കമ്പരാമായണത്തിലും ശ്രീഭൂതനാഥോപാഖ്യാനത്തിലും അച്ചൻകോവിൽ ക്ഷേത്രത്തെപ്പറ്റി പറയുന്നുണ്ട്. അച്ചൻകോവിൽ ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥാവകാശം ഒരു കാലഘട്ടം വരെ പന്തളം രാജവംശം തന്നെയായിരുന്നു. കൊല്ലവർഷം 955 വരെ ഭരണാധികാരത്തോടുകൂടി പന്തളം രാജവംശം നിലനിന്നിരുന്നു. ചെങ്ങന്നൂർ താഴമൺമഠം തന്ത്രി മുഖ്യന്മാരുടെ കാർമ്മികത്വത്തിലാണ് ഈ ക്ഷേത്രത്തിലെ പൂജാരി കാര്യങ്ങളും മറ്റും നടക്കുന്നത്. ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലവും അതിനോടനുബന്ധിച്ച് 1/2 കിലോമീറ്റർ ചുറ്റളവിലുള്ള സ്ഥലവും പ്രാചീന കാലഘട്ടത്തിൽ വീരമണികണ്ഠൻ ശാസ്ത അയ്യനാർ സ്വാമിയുടെ തണ്ടപ്പേരിലാണുള്ളത്. ഇപ്പോൾ 8 ഏക്കർ സ്ഥലം മാത്രമാണ് ക്ഷേത്രത്തിനുള്ളത്. തെങ്കാശി താലൂക്കിൽ 2 വില്ലേജുകളിലായി 30 ഏക്കർ 5 സെൻറ്റ് സ്ഥലം ഇപ്പോഴും ക്ഷേത്രത്തിൻ്റെ വകയായിട്ടുണ്ട്. ഇവിടെ കൃഷി ചെയ്യുന്ന നെല്ലാണ് ശബരിമലയിൽ നിറപുത്തരിക്ക് കൊണ്ടുപോകുന്നതും. 2020-ലും 2021-ലെ കാലഘട്ടത്തിൽ മഹാമാരിയായ കോവിഡ് മൂലം നിറപുത്തരി ഘോഷയാത്ര ഉണ്ടായിരുന്നില്ല. പരശുരാമൻ പ്രതിഷ്ഠിച്ച 5 ശാസ്താ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് അച്ചൻകോവിൽ ക്ഷേത്രം. രണ്ടാമത്തെ ക്ഷേത്രം കുളത്തൂപ്പുഴയും മൂന്നാമത്തെ ക്ഷേത്രം ആര്യങ്കാവും 4-മത്തെ ക്ഷേത്രം ശബരിമലയും 5-മത്തെ ക്ഷേത്രമായ കാന്തമല ഇന്നും അജ്ഞാതമാണ്. പൊന്നമ്പലമേട്ടിലാണെന്നും ക്ഷേത്രം അപ്രത്യക്ഷമായതാണെന്നും ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. 18 പടികൾക്ക് തെക്ക് വശത്ത് ഗണപതിയെയും വടക്ക് വശത്തെ മുരുകനെയും ഉപക്ഷേത്രങ്ങളായിട്ട് നമുക്കിവിടെ കാണാം. 18 പടികളിൽ ആദ്യത്തെ 5 പടികൾ പഞ്ചേന്ദ്രിയങ്ങളെ പ്രതിദാനം ചെയ്യുന്നു. തുടർന്നുള്ള 8 പടികൾ മനുഷ്യ മനസ്സിലെ 8 ഭാവങ്ങളെയും അടുത്ത 3 പടികൾ സത്വം, രജസ്, തമസ് എന്നിവയെയും ബാക്കി വരുന്ന 2 പടികൾ വിദ്യയും അവിദ്യയും പ്രതിദാനം ചെയ്യുന്നു. നമുക്ക് ശബരിമലയിലെ പ്രതിഷ്ഠ പോലെ തോന്നുമെങ്കിലും ഇവിടുത്തെ പ്രതിഷ്ഠ രാജയോഗാസനത്തിലുള്ളതാണ്. വലതുകാൽ ചമ്രം പണിഞ്ഞും ഇടതുകാൽ മുട്ടുമടക്കിയും അരപ്പട്ട ധരിച്ചുമാണ് ഭഗവാൻ ഇവിടെ ഇരിക്കുന്നത്. ഹിമാലയ സാനുക്കളിൽ നിന്നും സാക്ഷാൽ പരശുരാമൻ കൊണ്ടുവന്ന കൃഷ്ണശില വിഗ്രഹം തന്നെയാണ് ഇപ്പോഴും ഇവിടെയുള്ളത്. പരശുരാമനാൽ പ്രതിഷ്ഠിച്ച പ്രശസ്ത ശാസ്താ ക്ഷേത്രങ്ങളിൽ യഥാർത്ഥ പ്രതിഷ്ഠ ഇപ്പോഴുമുള്ളത് അച്ചൻകോവിൽ ക്ഷേത്രത്തിൽ മാത്രമാണ്. ആശ്രയം തേടിയെത്തുന്നവന് അനുഗ്രഹം ചൊരിയുന്നവനാണ് ശ്രീ അച്ചൻകോവിൽ ആണ്ടവൻ. 10-നും 50-നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് 18 പടികൾ ചവിട്ടി സന്നിധാനത്തെത്താൻ സാധിക്കുന്ന ഏക ക്ഷേത്രം ഇതുമാത്രമാണ്. ഈ കാണുന്ന കല്ലുകൾ പറക്കി വെച്ചിരിക്കുന്നതും നാഗത്തറയും നിങ്ങളെല്ലാവരും കാണുന്നുണ്ടല്ലോ. ഈ നാഗത്തറയിൽ പറക്കി വെച്ചിരിക്കുന്ന ഈ കല്ലുകൾ സ്വന്തമായി വീടില്ലാത്തവർ ഭഗവാന് സമർപ്പിച്ചിരിക്കുന്നതാണ്. ഈ കല്ലുകൾ പ്രതിഷ്ഠിച്ച് പറക്കി വെച്ച് ഭഗവാനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചാൽ 1 വർഷത്തിനകം അവർക്ക് വീട് നിർമ്മിക്കാൻ സാധിക്കുമെന്നാണ് വിശ്വാസം. ഞങ്ങളങ്ങനെ അമ്പലത്തിൽ നിന്നും തൊഴുതിറങ്ങി. ഞങ്ങളുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളിനി അടുത്ത് തിരുമലൈ കോവിലോട്ടാണ് പോകുന്നത്. ആ ഭാഗം കൂടി ഈ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും നന്ദി, നമസ്കാരം.